പഞ്ചായത്തിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ മണ്ണാർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും 9175 കോഴികളെയാണ് ദയാവധം ചെയ്ത് സംസ്കരിച്ചത്. പക്ഷിപ്പനി ബാധിത മേഖലയായ മണ്ണാർക്കാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡിലെയും പുതുപ്പള്ളി 2, 3 വാർഡിലെയും 516 കോഴിയടക്കമുള്ള വളർത്തു പക്ഷികളെയും ദയാവധം ചെയ്ത് സംസ്കരിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KM വിജിമോളുടെ നേതൃത്വത്തിലാണ് 2 ദ്രുതകർമ്മ സംഘം കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശപ്രകാരം നടപടികൾ നിർവഹിച്ചത്. ഒരു വെറ്റിനറി സർജൻ, 2 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ്, 4 തൊഴിലാളികൾ എന്നിവരാണ് ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നത്. പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ 6 മാസത്തിൽ താഴെ പ്രായമുള്ള 1578 കോഴികളെയും 2 മാസത്തിൽ മുകളിൽ പ്രായമുള്ള 7597 കോഴികളെയുമാണ് പക്ഷിപ്പനി കാരണം ദയാവധത്തിന് വിധേയമാക്കിയത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന 9670 മുട്ടകളും കോഴിത്തീറ്റകളും ശാസ്ത്രീയമായ രീതിയിൽ മറവ് ചെയ്തു. പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഡോക്ടർ KM വിജിമോൾ പറഞ്ഞു. പക്ഷിപ്പനി ബാധിത മേഖലയായ മണ്ണാർക്കാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡിലെ 504 വളർത്തുപക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു. 2 മാസത്തിന് മുകളിൽ പ്രായമുള്ള 466 കോഴികളെയും 2 മാസത്തിൽ താഴെ പ്രായമുള്ള 38 കോഴികളെയുമാണ് നശിപ്പിച്ചത്. പുതുപ്പള്ളി 2, 3 വാർഡിലെ 12 വളർത്തുപക്ഷികളെയാണ് ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചത്. 9 കോഴികളെയും 3 പ്രാവുകളെയും ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി മറവ് ചെയ്തു. 10 മുട്ടയും 43 കോഴിത്തീറ്റയുമാണ് മറവ് ചെയ്തത്. അണുനാശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് സെന്ററിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. മണ്ണാർക്കാട്, പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ 12, 13, 14 വാർഡിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ 2, 3 വാർഡിലെയും കോഴി, താറാവ്, കാട, മറ്റുള്ള വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും കടത്തും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ണാർക്കാട്, പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ മറ്റു വാർഡുകളിലും കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളിലും കൂരപ്പട ഗ്രാമപഞ്ചായത്തുകളിലും മെയ് 29 വരെ കോഴി, താറാവ്, കാട, മറ്റുള്ള വളർത്തുപക്ഷികൾ എന്നിവയുടെ ഇറച്ചി, മുട്ട, കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തലും നിരോധിച്ചിട്ടുണ്ട്.